ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും തത്സമയം. ജോസിൽ, ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കേണ്ടത് അതിജീവനത്തെക്കുറിച്ച് തന്നെയാണ്, പുനരധിവാസത്തെക്കുറിച്ച് തന്നെയാണ്. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങളൊന്നും ഇനിയും ലഭിച്ചിട്ടില്ല. പ്രത്യേക കമ്മിറ്റി വന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഇതുവരെയും അത്തരത്തിലൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമോ ഇതുവരെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. പക്ഷേ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നു. പുനരധിവാസ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇന്നലെ 600-ലധികം കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു സർക്കാർ ധനസഹായം വിതരണം ചെയ്തിരിക്കുന്നു. പുനരധിവാസം അതിൻ്റെ ട്രാക്കിലേക്ക് കടന്നിരിക്കുന്നു. ഏതൊക്കെ രീതിയിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ വയനാട്ടിൽ പുരോഗമിക്കുന്നത്? ഒപ്പം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇന്നും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവനമെന്ന കൃത്യമായ സന്ദേശം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ചൂരൽമല ടൗണിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ടൗൺ ക്ലീനിങ് അടക്കമുള്ള, അതായത് വ്യാപാര സ്ഥാപനങ്ങളിൽ ചൂരൽമല ഇത്രയുമൊന്നും കടകളൊന്നും ആയിരുന്നില്ല ഈ ടൗണിലുണ്ടായിരുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. പല വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും തന്നെ നശിച്ചു പോയി. എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന പല കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻതോതിൽ ചെളിയും മണ്ണും കല്ലുമെല്ലാം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ബിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ പുനരധിവാസത്തിൻ്റെ രീതിയിലേക്ക് തന്നെ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഗഡു എന്ന നിലയിലാണ് 10,000 രൂപ വീതം 617 കുടുംബങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മരിച്ച മുഴുവൻ ആളുകളുടെയും കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് 5 ലക്ഷം രൂപ വീതമൊക്കെയായിരുന്നു. നേരത്തെ പെട്ടിമൂടി ദുരന്തമടക്കം മറ്റു ദുരന്തങ്ങളിലെല്ലാം 5 ലക്ഷം രൂപ വീതമാണ് കൊടുത്തിരുന്നതെങ്കിൽ അത് ഇപ്പോൾ 6 ലക്ഷം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമേ ഇല്ല എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ബന്ധുത്വം തെളിയിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള രേഖകൾ സമർപ്പിക്കാൻ, അത്തരം രേഖകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മാസങ്ങളുടെ തന്നെ സാവകാശമുണ്ടായിരുന്നു. വിവിധ രേഖകൾ സമർപ്പിച്ച് കാത്തിരുന്ന് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന് പണ്ടുള്ള ആളുകൾ പറയാറുള്ളത് പോലെ അത്തരം കാലതാമസങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. അത്തരം കാലതാമസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അടക്കം വേണ്ട ഇത്തരം കാര്യങ്ങളിൽ എന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ കൃത്യമായി ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി വാഹനങ്ങൾ ഈ മേഖലയിൽ തകർന്നു പോയിട്ടുണ്ട്. ആ വാഹനങ്ങളുടെ എല്ലാം അതിൻ്റെ നഷ്ടങ്ങൾ കണക്കെടുക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. പൂർണ്ണമായി തകർന്ന വാഹനങ്ങൾ അത്തരത്തിൽ കണക്കാക്കും. അതുപോലെ തന്നെ ഭാഗികമായി തകർന്ന കേടുപാടുകൾ സംഭവിച്ച വാഹനങ്ങൾ, അങ്ങനെ കൃത്യമായ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ, അതിൻ്റെ കണക്കെടുപ്പ് നടക്കുന്നു. അതുപോലെ തന്നെ വിദഗ്ധ സമിതി ഈ പ്രദേശത്ത് താമസിക്കാൻ യോഗ്യമാണോ എന്നുള്ള രീതിയിൽ മണ്ണിൻ്റെ ഘടനയടക്കം പരിശോധിക്കുന്നതിനു വേണ്ടി നമുക്കറിയാം ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സംഘത്തെ തന്നെ ഈ രംഗത്തേക്ക് ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കൃത്യമായി സർക്കാർ അതിവേഗം കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിജീവനം എന്ന മഹാലക്ഷ്യത്തോട് ഇപ്പം നമ്മുടെ തൊട്ടടുത്തോടുകൂടി ഒരു മിണ്ടാപ്രാണി പോകുന്നുണ്ട്, ഒരു കന്നുകാലി. അവർക്കൊക്കെ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലും എല്ലാം സർക്കാർ ഇപ്പം പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കടക്കം വേണ്ട എല്ലാ സഹായങ്ങളും അവരുടെ കാലിത്തീറ്റ ലോഡ് കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അത് സന്നദ്ധ സംഘടനകൾ കൃത്യമായ സമയങ്ങളിൽ രാവിലെ തന്നെ എടുത്തു കൊടുക്കുന്നു. അതുമാത്രമല്ല, തൊഴുത്തുകൾ, 100 കണക്കിന് പശുക്കൾക്കുള്ള തൊഴുത്തുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. താൽക്കാലികമായി അത്തരം തൊഴുത്ത് അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഈ മേഖലയെ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ എന്തൊക്കെയാണോ ഒരു സർക്കാർ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുന്ന ഒരു സർക്കാർ നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട്. നമുക്കറിയാം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ കാര്യങ്ങളൊക്കെ അയക്കൂ, ഇനി പ്രളയമുണ്ടായി എന്നുള്ള രേഖകൾ കൂടി സമർപ്പിക്കണോ എന്നറിയത്തില്ല. ഏതായാലും അത്തരം രേഖകൾ സമർപ്പിക്കാൻ, അതിൻ്റെ കണക്കുകൾ സമർപ്പിക്കാൻ, എന്നിട്ട് ഈ സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണെന്ന സംസ്ഥാന സർക്കാർ ഏറ്റവും വേഗമാർന്നതും കൃത്യവുമായുള്ള നിലപാടുകളിലൂടെ ഈ ജനങ്ങൾക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനീഷ.
ജോസിൽ, ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം താൽക്കാലിക പുനരധിവാസം എന്ന നിലയ്ക്ക് വാടക വീടുകളിലേക്ക് മാറിയ ആളുകളെ കുറിച്ച് തന്നെയാണ്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 10ഓളം കുടുംബങ്ങൾ മാത്രമേ നിലവിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഉള്ളൂ. അതിനാൽ തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാം തന്നെ താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കിയിരിക്കുന്നു. ഇവർക്കായുള്ള 6000 രൂപ മാസ വീട്ടുവാടകയും സർക്കാർ പ്രഖ്യാപിച്ചത് നൽകിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും വിനീഷ, ഇപ്പോൾ പുനരധിവാസം എന്ന് പറയുന്ന തൽക്കാലത്തേക്ക് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അത്യാധുനിക രീതിയിലുള്ള ടൗൺഷിപ്പ് ഉയർത്തിക്കൊണ്ട് വരുന്നു. അതിന് കാലതാമസമുണ്ട്. കാരണം അതിന് വിവിധ പഠനങ്ങൾ നടത്തി അനുയോജ്യമായ സ്ഥലം തന്നെ കണ്ടെത്തണം. ഇത്രയേറെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ പൂർണ്ണമായും ഇപ്പം 500 ചില്ലുവാനും കുടുംബങ്ങൾ ഈ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടായിരുന്നു. അത്രയും ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം കണ്ടെത്തണം. അത് വേറെ ദുരന്തങ്ങൾ ഉണ്ടാകാത്ത മേഖലയാണെന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തണം. അങ്ങനെ എല്ലാ പഠനങ്ങൾക്കും ശേഷം അനുയോജ്യമായ സ്ഥലം തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വേണം അവിടെ ഒരു ടൗൺഷിപ്പ് ഉയർത്തിക്കൊണ്ട് വരാൻ. കാലതാമസം ഉണ്ടാകും, നമുക്കറിയാം. അപ്പോഴാണ് ഈ ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത് ഈ ദുരന്ത ബാധിതരോട് മാറ്റി താമസിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ ആളുകൾക്കും അത്തരം മാറ്റി താമസിപ്പിക്കേണ്ട മുഴുവൻ ആളുകൾക്കും 6000 രൂപ വീതം വാടക കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം ബന്ധുവീടുകളിലേക്ക് മാറിയ ആളുകൾ ാണെങ്കിൽ ഇപ്പം ബന്ധുവീടുകളാണ് താമസിക്കുന്നതുകൊണ്ട് വാടക കൊടുക്കാതിരിക്കുന്നില്ല. ബന്ധുവീടുകളിലേക്ക് മാറിയ ആളുകൾക്കും ഈ 6000 രൂപ വെച്ച് വാടക കൊടുക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, സ്വയം വീട് കണ്ടെത്താൻ ശേഷിയുണ്ടെങ്കിൽ അത്തരം വീട് കണ്ടെത്തിക്കോ 6000 രൂപ വീതമുള്ള. ഇന്ന് പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി എത്രത്തോളം കനത്ത മഴയായിരുന്നു അവിടെ പെയ്തത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. തീർച്ചയായിട്ടും വിനീഷ, നമ്മൾക്ക് ആ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയാണ് ഈ ഉരുൾപൊട്ടലിന് കാരണമായത് എന്നതിനോട് വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല. കാരണം ഈ മുണ്ടക്കൈ പള്ളിയുടെ അവിടെ സ്ഥാപിച്ചിരുന്ന CCTVയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും ഒരു ദിവസം എത്ര കനത്തിലാണ് മഴ പെയ്ത്ത് ഉണ്ടായത് എന്നുള്ളത് ദൃശ്യങ്ങളാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഇവിടെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കേരളത്തിന് നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലില്ലാത്ത കൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായത് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ അടക്കം നിലപാടെടുക്കുമ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിൽ ഇവിടെ ഒരു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നത് ഓറഞ്ച് അലർട്ട് മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഒരു തുള്ളി മഴ പെയ്യാറില്ല ചില ദിവസങ്ങളിൽ. എന്നാൽ ഒരു അലർട്ടും ഇല്ലാത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെട്ടെന്നുണ്ടാകുന്നു. അത് കാലാവസ്ഥയൊന്നും ആർക്കും അങ്ങനെയൊന്നും പ്രവചിക്കാൻ പറ്റുന്നതല്ല. ഇത് അതിശക്തമായ മഴ, തൊള്ളിതോരാത്ത മഴ ഒരു മേഖലയിലേക്ക് പെയ്തിറങ്ങിയതിൻ്റെ ഫലമായിട്ടുണ്ടായ ദുരന്തമാണ് എന്ന് തെളിയിക്കുകയാണ്. അങ്ങനെ ആ മഴയുടെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായത്. 100 കണക്കിന് കുടുംബങ്ങൾ 5 സെൻറ്റിലും 10 സെൻറ്റിലുമായി ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് പോലെ മതിലുകളില്ലാണ്ട് കഴിഞ്ഞിരുന്ന, ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ അമ്പലത്തിലെ പരിപാടിക്ക് മുസ്ലിമും മസ്ജിദിലെ പരിപാടിക്ക് ഹൈന്ദവനും ക്രിസ്ത്യാനിയും എല്ലാം ഓടി ഒരുമിച്ച് നിന്ന് ഇപ്പോൾ നമ്മൾക്കൊപ്പം സംസാരിച്ച ആളുകൾ പറഞ്ഞത് ഈ അമ്പലത്തിന്റെ പണിക്കടക്കം വയനാട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലും ചാലിയാറിന്റെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും പ്രത്യേകമായി തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പുരോഗമിക്കുന്നു. ഡോക്യുമെന്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങളും വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജോസൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകി വന്നത്.